ഫിഫ ലോകകപ്പിൽ ബ്രസീലിന്റെ ആദ്യ ജയം. ഹെയ്ത്തിയെ മറുപടിയില്ലാത്ത 3 ഗോളിനാണ് മുൻ ചാമ്പ്യന്മാർ തോൽപ്പിച്ചത്. ഖസറി കാനറികൾ ഹെയ്ത്തിയെ 3 അടിയിൽ വീഴ്ത്തി മുൻ ചാമ്പ്യന്മാർക്ക് അമേരിക്കൻ ലോകകപ്പിലെ ആദ്യ ജയം. മൊറോക്കോയ്ക്കെതിരെ സമനില വഴങ്ങിയ ടീമിൽ നിന്ന് ബ്രസീൽ ഇറങ്ങിയത് 2 മാറ്റങ്ങളോടെ. മുന്നേറ്റത്തിൽ ഇഗോർ തിയാഗോയ്ക്ക് പകരം മത്തയോസ് കൂനിയും റൈറ്റ് ബാക്കിൽ റോജർ ഇബ്നസിന് പകരം ഡാനിലോയും. കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ തീരുമാനങ്ങൾ തെറ്റിയില്ല. ഇരട്ട ഗോളുമായി കൂനിയ കാനറുകളുടെ കരുത്തായി. 5-4-1 ഫോർമേഷനിൽ പ്രതിരോധ കോട്ട കെട്ടി നിന്ന ഹെയ്ത്തിക്ക് പക്ഷേ ബ്രസീലിന്റെ ഹൈ ഇന്റൻസ് പാസിംഗ് ഗെയിമിൽ അടിതെറ്റി. 12-ാം മിനിറ്റിൽ റാഫിഞ്ഞയുടെ ഗോൾ ഓഫ് സൈഡിൽ നിഷേധിക്കപ്പെട്ടെങ്കിലും ബ്രസീൽ ആരാധകരുടെ കാത്തിരിപ്പിന് വൈകാതെ അവസാനമായി. 23-ാം മിനിറ്റിൽ വിനീഷ്യസ് തൊടുത്ത ഷോട്ട് ഗോൾ കീപ്പർ തടുത്തിട്ടെങ്കിലും ഇരച്ചെത്തിയ മത്തയോസ് കൂനിയ പന്തിനെ വലയിലാക്കി. 36-ാം മിനിറ്റിൽ വീണ്ടും വിനീഷ്യസ് കൂനിയ കോംബോ. വിനീഷ്യസിൽ നിന്ന് കിട്ടിയ പന്ത് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് അടിച്ചിറക്കി കൂനിയ. ക്ലാസി ക്ലിനിക്കൽ ഫിനിഷ്. ആദ്യ പകുതിയുടെ ഇഞ്ചറി ടൈമിൽ ലീഡ് 3 ഉയർത്തി ബ്രസീൽ. ആദ്യ 2 ഗോളിനും കാരണഭൂതനായ വിനീഷ്യസ് ഇത്തവണ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീർത്തു. ഹെയ്ത്തി മധ്യനിരയെയും പ്രതിരോധത്തെയും പിളർത്തി ലൂക്കാസ് പക്കറ്റ് നൽകിയ ത്രൂപ്പാസ വിനീഷ്യസ് കൃത്യമായി വലയിലെത്തിച്ചു. 2ാം പകുതി ആക്രമണം ഘടിപ്പിക്കാൻ എൻട്രിക്കിനെയും മാർട്ടിനെല്ലയെയും ഇറക്കിയെങ്കിലും സ്കോർ ബോർഡിൽ മാറ്റം വരുത്താൻ ബ്രസീലിനായില്ല. 1 ഗോളെങ്കിലും തിരിച്ചടിക്കാൻ ഹെയ്ത്തി പറന്നു കളിച്ചപ്പോൾ ബ്രസീൽ ബാക്ക് പാസുകളുമായി നിരാശപ്പെടുത്തി. ഗോൾ കീപ്പർ അലിസന്റെ മിന്നും സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഫിഫ റാങ്കിങ്ങിലെ 85-ാം സ്ഥാനക്കാരോട് ഗോൾ വഴങ്ങിയേനെ ബ്രസീൽ. വ്യാഴാഴ്ച സ്കോട്ട്ലൻഡിനെതിരെയാണ് ബ്രസീലിന്റെ ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരം. ടീമിന്റെ കരുത്തുകൂട്ടാൻ സൂപ്പർ താരം നെയ്മാർ ജൂനിയറും അക്കളിക്കുണ്ടാകുമെന്ന സൂചനയും കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.